ലൈഫ് സൈക്കിൾ ഓഫ് പ്ലാസ്മോഡിയം. നമുക്കറിയാവുന്നതാണ്, മലേറിയ കോസ് ചെയ്യുന്ന ഒരു പ്രോട്ടോസോവയാണ് പ്ലാസ്മോഡിയം. ഈ പ്ലാസ്മോഡിയം അതിൻ്റെ ലൈഫ് സൈക്കിൾ കംപ്ലീറ്റ് ആക്കുന്നത് 2 ജീവികളിലായിട്ടാണ്. ഒന്ന് ഹ്യൂമൻ ബീയിങ്ങിൽ, മറ്റൊന്ന് മൊസ്കിറ്റോയിൽ. നമുക്കറിയാം, ഈ മലേറിയ കോസ് ചെയ്യുന്ന പ്ലാസ്മോഡിയം വഹിച്ചുകൊണ്ട് പോകുന്നൊരു വെക്ടറാണ് അനോഫലസ് മൊസ്കിറ്റോ. ഈ പ്ലാസ്മോഡിയത്തിൻ്റെ ഇൻഫെക്ഷ്യസ് സ്റ്റേജ് ആകുന്ന സമയത്ത്, അതായത് പ്ലാസ്മോഡിയത്തിൻ്റെ ഇൻഫെക്ഷ്യസ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ സ്പോറോസോയിറ്റ് എന്ന് പറയും. ആ ഒരു സ്പോറോസൈറ്റ് സ്റ്റേജ് ആകുമ്പോൾ ഈ അനോഫലസ് മൊസ്കിറ്റോ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഇൻഡിവിജ്വലിലേക്ക് ബൈറ്റ് ചെയ്യും. ബൈറ്റ് ചെയ്യുന്ന സമയത്ത് ഈ സ്പോറോസോയിറ്റ് എന്ന് പറയുന്ന ഇൻഫെക്ഷ്യസ് ഫോം ഓഫ് പ്ലാസ്മോഡിയം എൻറ്റേഴ്സ് ഇൻ ടു ദ ഹെൽത്തി ബോഡി വൈൽ ദ ഓർഗാനിസം വർ ടേക്കിംഗ് ദ ബ്ലഡ് മീൽ. അതായത് മൊസ്കിറ്റോ ബ്ലഡ് സക്ക് ചെയ്യുന്ന സമയത്ത് ആ സലൈവയിൽ നിന്ന് സ്പോറോസോയിറ്റ് ഹെൽത്തി ആയിട്ടുള്ള ആളുടെ ബോഡിയിലേക്ക് പോകും. അങ്ങനെ ആ സ്പോറോസോയിറ്റ് എന്ന് പറയുന്ന ഇൻഫെക്ഷ്യസ് ഫോം ഓഫ് പ്ലാസ്മോഡിയം നേരെ ചെന്നെത്തുന്നത് ആ പേഴ്സണിൻ്റെ ലിവറിലേക്കാണ്. ലിവറിൽ വെച്ചിട്ട് അസെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കും. ലിവറിൽ വെച്ചിട്ട് അസെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കും. അങ്ങനെ ഒരുപാട് പ്ലാസ്മോഡിയം ലിവർ സെല്ലിൽ ഫോം ചെയ്യും. അങ്ങനെ ലിവർ സെല്ലുകളെ നശിപ്പിക്കുകയും ചെയ്യും ഈ പ്ലാസ്മോഡിയം. ശേഷം അവർ റിലീസ് ചെയ്യുന്നത് ബ്ലഡിലേക്കാണ്. ബ്ലഡിലേക്ക് ഈ പ്ലാസ്മോഡിയം റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ ബ്ലഡിലെ RBCയിൽ ഹീമോഗ്ലോബിനിലുള്ള ഗ്ലോബിൻ പാർട്ട് ഇവരൊക്കെ ഫുഡാക്കി എടുക്കും. അപ്പോൾ അവിടെ ഹീം എന്ന് പറയുന്ന ഒരു പോർഷൻ മാത്രമായിട്ട് ഈ RBCയിൽ നിൽക്കും. അപ്പോൾ നമ്മൾ പറയുന്നതാണ് RBC റപ്ചർ ആകുന്നു. ആ സമയത്താണ്, ഹീം മാത്രം നിലകൊള്ളുന്ന സമയത്താണ് അവിടെ ഒരു ടോക്സിക് സബ്സ്റ്റൻസ് ഫോം ചെയ്യുന്നത്, ഹീമോസോയിൻ എന്ന് പറയും. ഈ ഹീമോസോയിൻ എന്ന് പറയുന്ന ടോക്സിക് സബ്സ്റ്റൻസ് ഫോം ചെയ്യുന്ന സമയത്ത് ബോഡിയിൽ നന്നായിട്ട് വിറയലുണ്ടാവും, പനിയും ഉണ്ടാവും. അതുകൊണ്ടാണ് ഈ മലേറിയ ഉള്ള ആളുകൾക്ക് ഇടവിട്ട് പനിക്കാറുള്ള കാരണം ഈ RBCയുടെ റപ്ചറാണ് കാരണം. RBC റപ്ചർ ആകുക എന്ന് പറഞ്ഞാൽ ഉണ്ടായി വന്നിട്ടുള്ള പ്ലാസ്മോഡിയത്തിന് ഫുഡായിട്ട് ഹീമോഗ്ലോബിനിൽ ഗ്ലോബിൻ എടുക്കും. കാരണം ഗ്ലോബിൻ എന്ന് പറഞ്ഞാൽ പ്രോട്ടീൻ ആണല്ലോ. പിന്നെ അവിടെ അയൺ പോർഷൻ മാത്രം ബാക്കിയാവും. ഈ അയൺ പോർഷൻ മാത്രം ബാക്കിയാകുമ്പോൾ അവരൊരു ടോക്സിക് ആയിട്ടുള്ള സബ്സ്റ്റൻസ് ആയി മാറുന്നു. അതാണ് ഹീമോസോയിൻ. പിന്നീട് മറ്റൊരു കാര്യം കൂടെ RBCയിൽ വെച്ച് നടക്കുന്നുണ്ട്. ഈ ഉണ്ടായി വന്നിട്ടുള്ള പ്ലാസ്മോഡിയത്തിൽ ഗാമെറ്റോസൈറ്റ്സുകൾ ഫോം ചെയ്യും. മെയിൽ ഗാമീറ്റും ഫീമെയിൽ ഗാമീറ്റും ചിലരൊക്കെ ഫോം ചെയ്യും. അപ്പോൾ ഈ ഒരു ആളുടെ ബോഡിയിൽ, ഈ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ആളുടെ ബോഡിയിൽ ഇപ്പോൾ ഗമീറ്റുകളുണ്ട്. ഇനി മറ്റൊരു അനോഫലസ് മൊസ്കിറ്റോ വന്നിട്ട് ഇയാളുടെ ബ്ലഡ് സക്ക് ചെയ്യുകയാണെങ്കിൽ ആ ബ്ലഡിലൂടെ ഈ ഗമീറ്റുകൾ, ഈ ഇവിടെ ഫോം ചെയ്തിട്ടുള്ള ഗമീറ്റുകൾ ആ മൊസ്കിറ്റോയിൻ്റെ ഗട്ടിലേക്ക് പോകും. ഗട്ടിൽ വെച്ചിട്ട്, അതായത് അതിൻ്റെ സ്റ്റൊമക്ക് ആൻഡ് ഇൻറ്റസ്റ്റൈൻ, അതാണ് ഗട്ട് എന്ന് പറയാം. ഈ ഗട്ടിലേക്ക് ചെല്ലുന്നതോട് കൂടിയിട്ട്, മൊസ്കിറ്റോൻ്റെ ഗട്ടിലേക്ക് ചെല്ലുമ്പോൾ അവിടെയാണ് മെയിൽ ഗാമീറ്റും ഫീമെയിൽ ഗാമീറ്റും ഫ്യൂഷൻ നടക്കുന്ന അന്തരീക്ഷം. അവിടെ മെയിൽ ഗാമീറ്റും ഫീമെയിൽ ഗാമീറ്റും ഫ്യൂഷൻ നടക്കും. വീണ്ടും അതൊരു ഇൻഫെക്ഷ്യസ് ഫോം ആയിട്ടുള്ള സ്പോറോസോയിറ്റ് ആകുന്ന സമയത്ത് ആ ഒരു സ്പോറോസോയിറ്റുകൾ ഈ മൊസ്കിറ്റോയുടെ സലൈവയിൽ സ്റ്റോർ ചെയ്യും. വീണ്ടും ഇത് അടുത്തൊരാളിലേക്ക് ബൈറ്റ് ചെയ്യുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സ്പോറോസോയിറ്റ് ബോഡിയിലേക്ക് എൻ്റർ ചെയ്ത് ലിവർ സെല്ലിൽ പോയി അസെക്ഷൽ റീപ്രൊഡക്ഷൻ നടത്തി ബ്ലഡിലേക്ക് റിലീസ് ചെയ്ത് ബ്ലഡിലെ RBC നശിപ്പിച്ച് ഗമീറ്റോസൈറ്റ്സുകൾ ഫോം ചെയ്ത് അങ്ങനെ ഈ ലൈഫ് സൈക്കിൾ ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. ഇതാണ് നമ്മൾ പറയുന്നത് ലൈഫ് സൈക്കിൾ ഓഫ് പ്ലാസ്മോഡിയം. ഈ ഒരു പിക്ചർ നമ്മുടെ NCERT ടെക്സ്റ്റ് ബുക്കിലുള്ളതാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് ലൈഫ് സൈക്കിൾ ഓഫ് പ്ലാസ്മോഡിയം.